ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധ എന്ന് പറഞ്ഞ എൻ്റെ പേര്. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്, തൃപ്പൂണിത്തുറയിൽ. പക്ഷേ ഇപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടായ തമിഴ്നാട്ടിലേക്കാണ് ഇരിക്കുന്നത്. എനിക്കും തമിഴ്നാട് ബാക്ക്ഗ്രൗണ്ടുണ്ട്. വീട്ടിൽ കുറച്ച് തെലുങ്കുമൊക്കെ പറയുന്ന കൂട്ടരാണ്. അപ്പം ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോ കാണിക്കുന്ന തഴുതാമയെ കണ്ടപ്പോഴേക്കും ഒന്ന് എടുത്തതാണ്. ഇവിടെയൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട്. വീട്ടുമുറ്റത്ത് തന്നെ ഫ്രഷായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്. പഴയ തറവാട് ഇപ്പുറത്ത് മുൻവശത്ത് ആ വെള്ള പെയിൻ്റ് അടിച്ച് കാണുന്നതും കൂടെ ഗേറ്റ് ഇട്ട് അകത്തോട്ട് കിടക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീടുമാണ്. ഇത് ഇപ്പം ഇവിടെ കുറച്ച് വേക്കൻറ്റ് ലാൻഡും കിടപ്പുണ്ട്. എന്നിട്ട് ഇതകത്ത് നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ഈ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഈ പഴയ തറവാടിൽ ഒരു വാടകയ്ക്ക് ഒരു കൂട്ടർ താമസിക്കുന്നുണ്ട്. അവർ ജോലിക്ക് പോകാൻ മുമ്പായിട്ട് രാവിലെ ഇങ്ങനെ കോലമൊക്കെ ഇടും. ഇതിൻ്റെ പേര് സൂലക്കല്ലെന്നാണ് പറയുന്നത്. ഈ സൂലക്കൽ വന്നിട്ട് ഇവിടെ എല്ലാ വീടുകളും റോഡിൻ്റെ നേരെ കാണുന്ന വീടുകളിൽ ഇത് വയ്ക്കും. ഇതൊരു പ്രൊട്ടക്ഷനായിട്ടാണ് പറയുന്നത്. ഈ സൂലം ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോഴേക്കും അതിനെ നമ്മളിവിടെ നിർത്തി നമ്മളൊന്ന് പൂജിക്കുന്നതായിട്ടാണ് ഇതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇങ്ങനെ ഗേറ്റ് കയറി നമ്മൾ പോയി കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ നല്ല ഒരു ചെറിയൊരു മുറ്റം മൊത്തമായിട്ട് ടൈൽസ് ഇട്ടാണ് അന്ന് എടുത്തത്. എന്നിട്ട് ഇങ്ങനെ ഒരു കയറ് കെട്ടിൽ ഇവിടെ ഉണ്ടാവും. ഈ കയറ് കെട്ടിൽ നമ്മൾ പൊക്കിക്കൊണ്ട് പോയിട്ട് എല്ലാ സ്ഥലത്തിലും നമുക്ക് ചെന്ന് കിടക്കാം. ഇവൻ ടെറസിൽ കൊണ്ടുപോകണമെങ്കിൽ ടെറസിൽ കൊണ്ടുപോയിട്ട് കിടക്കാം വേനൽക്കാലത്ത്. അല്ല എല്ലാവരുമൊക്കെ ഇരുന്ന് സംസാരിക്കണം, മുറ്റത്തോട്ട് ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിലങ്ങനെ ഇരുന്ന് സംസാരിക്കാം. അങ്ങനെ നമ്മളിത് ഇപ്പോൾ പണികളൊക്കെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് നുറുക്കാനുമില്ല, നമ്മൾ കാറ്റ് കൊള്ളും ഇവിടെ ഇരിക്കാറുണ്ട്. ഇത് എല്ലാ വീടുകളിലും ഉണ്ടാവും. അതാണിത്. ഇത് നമ്മളെ വീടിൻ്റെ മുൻവശം ഭാഗം അല്ല വാഴത്തോപ്പൊക്കെ ആയിട്ട് നാരങ്ങ എല്ലാമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഇവിടങ്ങളിലുള്ള ഒരു പ്രത്യേക ഒരു സാധനമാണ്, മാടവിളക്ക് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഇതിൽ ഇങ്ങനെ ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടിയതാണ് ഞങ്ങൾ വീട് വെച്ചപ്പം. അതിലിങ്ങനെ സന്ധ്യയാകുമ്പോൾ വിളക്ക് എത്തിക്കും. നല്ല ഭംഗിയാണ്. വീട്ടിൻ്റെ രണ്ട് വശത്തും ഇങ്ങനെ വിളക്ക് കാണുമ്പോൾ അതൊരു ഐശ്വര്യമാണ്. ഇതാ കണ്ട ഇങ്ങനെ കാണുന്നുണ്ട്. തറവാട് വീട്ടിലാണെങ്കിൽ കുറച്ച് പഴയ സ്റ്റൈലിൽ ഒറിജിനൽ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ ഇങ്ങനെ എടുത്തതാണ്, മോഡിഫൈ ചെയ്ത് എനിക്കിതുപോലെ വേണം എന്ന് പറഞ്ഞിട്ടാണ് അതിലങ്ങനെ വെച്ചത്. പഴയ സ്റ്റൈലിൽ ജന്നലൊക്കെ കണ്ടോ. ഞങ്ങളുടെ വാതിൽ, ആ പഴയ തറവാടിൻ്റെ വാതിൽ നോക്കി എന്ത് ഭംഗിയാണ്. അതിൻ്റെ നിലയിലൊക്കെ ഇങ്ങനെ ഡിസൈൻസും കൊത്തുപണികളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ എല്ലാം ദൈവമാണല്ലോ. അതുകൊണ്ട് വാതിലിൻ്റെ മുൻവശത്ത് പൊങ്കലാവുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടൊക്കെ ഇങ്ങനെ വെച്ച് എല്ലാം വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നതാണ്. അതിൻ്റെ വാതിൽ പാളികൾ കണ്ട. പിന്നെ അപ്പുറത്തെ വശത്ത് കാണുന്ന ആ ഒരു ഡോറിന്ന് കാണുന്നത് വന്നിട്ട് പണ്ട് നെല്ലിട്ട് വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. അതിനിവിടെ സേറെന്നാണ് പറയുന്നത്. ആ സേറ് ഒരു 5 അടി ആഴം ഉണ്ടാവും. ആ ആഴത്തിലേക്ക് താഴെ മുതലേ നെല്ലിട്ട് വയ്ക്കും. പണ്ട് സംഭരിക്കുന്ന സ്ഥലമാണ്. നെൽകൃഷി കഴിഞ്ഞാൽ, കൊയ്ത്ത് കഴിഞ്ഞാൽ ഉണക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് വയ്ക്കാറുണ്ട്. ഇതാണ് ഗേറ്റിൻ്റെ പുറത്തുള്ള ഞങ്ങളുടെ വ്യൂ. ഒരു പഴയ വീടാണ്. അകത്ത് ആ നേരെ ഓടിട്ട് കാണുന്ന വീട് നല്ല വലിയ വീടാണ്. അതിൻ്റെ തുടങ്ങുന്ന ഭാഗമാണ് ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ അവിടെ ആരും താമസിക്കുന്നില്ല. അത് കാരണം അതങ്ങനെ ഇട്ടിരിക്കുവാണ്. അവരൊക്കെ അടുത്തുള്ള ടൗണുകളിലേക്ക് തന്നെ. പിന്നെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ആണല്ലോ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണത്, റീറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ. ഇത് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ടാങ്കാണ്. ഇതിൻ്റെ അടിയിലാണ് വെള്ളം മൊത്തം നമ്മൾ വരുന്നത്, അവിടെ വെച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് കാരയെന്നാണ് ഈ വീടിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഇതിനെ പറയുന്നത്. ഇതെന്തോ മുട്ടയൊക്കെ അടിച്ചൊഴിച്ചിട്ട് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. സ്ട്രോങ് ആയിരിക്കും. എത്ര കാലമാണെങ്കിലും ഈ വീട് അതുപോലെ നിൽക്കും എന്ന് പറയുന്നുണ്ട്. കാരൈ എന്നാണ് പറയുന്നത്. ഇത് അലക്കുന്ന സ്ഥലമാണ്. നമ്മളിങ്ങനെ നിർത്തിയിരിക്കുന്നത് സിമെൻറ്റായിട്ട് അറ്റാച്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇതിനെ പണ്ട് കുന്താണിന്ന് എന്തോ ഇതിന് പേരുണ്ട്. അപ്പോൾ അവർ പശുവിന് വെള്ളം കൊടുക്കാനായിട്ടൊക്കെ വെച്ചിരുന്നതാണെന്നാണ് പറയണത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് അലക്കാനൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ വെള്ളം എടുത്ത് മറിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. വാഴ കുലച്ച് നിൽക്കുന്നത് കണ്ടോ. കായയാണ്, നമ്മൾ മുന്തങ്കായല്ലേ, അതാണ്. അതിവിടെ കറികൾ വയ്ക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. എല്ലാത്തിനും അല്ലാതെ പഴുപ്പിച്ചൊന്നും ആരും ഇവിടെ കഴിക്കാറില്ല. കണ്ടോ നാരങ്ങ കിടക്കണുണ്ടോ. കണ്ടങ്ങോനെ നാരങ്ങ ഇങ്ങനെ കാച്ചി കിടക്കുക. ഞാൻ കുറേ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് പോകുമ്പോൾ അവിടെ കുറേ ഫ്രണ്ട്സിന് ഇഷ്ടമാണ് ഞാൻ തന്നു വിടുമ്പോൾ. അത് കാരണം അവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ നാരങ്ങ
സേവിച്ചിട്ട് പിന്നെ അത് പല രീതിയിൽ ഇങ്ങനെ അച്ചാറായിട്ട് ഇട്ട് വെച്ചിരിക്കും. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോൾ വീട്ടിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് കയറി വന്നിരിക്കുവാണ്. ടെറസ് എന്ന് പറയില്ലേ. അപ്പോൾ വളരെ നല്ല ഭംഗിയായിട്ടുള്ള രാവിലത്തെ സമയം അതുകൊണ്ട് ഒത്തിരി നല്ല കാഴ്ചയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് കൊല്ലി ഹിൽസ് എന്ന് പറയില്ലേ, അങ്ങ് ദൂരെ കാണുന്നത്. അതിൻ്റെ ഭംഗി അങ്ങ് അറ്റം വരെ ഉണ്ട്. അതിൻ്റെ തണുപ്പും ഇവിടെ ഒരുപാട് കിട്ടുന്നുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഭംഗിയുണ്ട. ഇവിടെ ഒരു അമ്പലം, ദൂരെ ഇളയരാജയുടെ സോങ്സൊക്കെ കിട്ടുന്നുണ്ട. എപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു ഉത്സവമാണ്. എല്ലാത്തിനും പാട്ടും വയ്ക്കും. അത് എനിക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പഴയ നൊസ്റ്റാൾജിയയും അതിലൂടെ വരും. ഇത് ഞങ്ങളുടെ ഒരു പഴയ തറവാട് വീടാണ്. അതിനോടുകൂടി ചേർന്നാണ് ഞങ്ങളിപ്പോൾ വീട് പണിതിരിക്കുന്നതും. അങ്ങനെ ഇവിടെ ചുറ്റിലും ബന്ധുക്കളും ഉണ്ട്. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ സഹോദരങ്ങളായിട്ട് തന്നെ ജീവിക്കുന്ന അയൽവാസികളുമുണ്ട്. അവരൊക്കെ എന്നെ കുഞ്ഞമ്മ എന്നാണ് വിളിക്കുന്നത്. വേറെ ആൾക്കാരാണെങ്കിലും നമ്മളോട് അതുപോലെ ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഹസ്ബൻഡിനെയും കൂട്ടി എപ്പോഴും ഇവിടെ വരണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് വരാറുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റമാണ്. നല്ല വാഴത്തോപ്പും നല്ല വാഴക്കയും നല്ല നാരങ്ങ കുറേ കാച്ചു കിടക്കണുണ്ട്. അതൊക്കെ ആയിട്ട് ഞാനിവിടെ കഴിഞ്ഞ 10 ദിവസം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ദൂരെ കാണുന്ന ആ മരങ്ങളൊക്കെ ഉള്ള സ്ഥലം, അത് കാക്ക പറന്നുകൊണ്ടുണ്ടോ, അത് ഞങ്ങളുടെ തന്നെ ഒരു സ്ഥലമാണ്. അവിടെ കുറേ ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറേ മുരിങ്ങച്ചീര അത് വരാനായിട്ട് കുറച്ച് വിത്തുകൾ പാവിയിട്ടുണ്ട്. ആ മുരിങ്ങയൊക്കെ നന്നായിട്ട് വന്നിട്ടുമുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഞാൻ ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എല്ലാവരും കാണട്ടെ. തമിഴ്നാടിൻ്റെ ചില ഭംഗികളും ഇവിടുത്തെ ചില കൾച്ചറും ഒക്കെ നിങ്ങളായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. അത് കാരണം ഞാൻ ഇനിയും കുറേ ഇതിനോടനുബന്ധിച്ച് ഇനിയും ഒത്തിരി വീഡിയോകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് ഇവിടെ പറയാനും. അത് നിങ്ങളും എല്ലാവരും കേൾക്കുക, കാണുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി ഞാൻ വരുന്നതെല്ലാം കാണുക. ഒത്തിരി നല്ല റെസിപ്പീസും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു മ്യൂറൽ ആർട്ടിസ്റ്റും കൂടെയാണ്. സപ്പോർട്ട് ചെയ്യുക.